ശൗൽ പൗലോസായി മാറുന്നതിനു മുൻപ് ബെന്യാമിൻ ഗോത്രക്കാരനും ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനുമായിരുന്നു. എന്നിട്ടും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ കൊന്നതിലൂടെ കുല ചെയ്യരുത് എന്ന കൽപ്പന അവൻ ലംഘിച്ചു. എന്നാൽ അത് തെറ്റാണെന്ന് തിരിച്ചറിയാൻ പോലും അവനായില്ല. പിന്നീട് ദൈവം അവനോട് ഇടപെട്ടപ്പോഴാണ് താൻ യേശുവിനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അവൻ അറിഞ്ഞത്. അതെ, ഇന്ന് നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുകയും ക്രിസ്തുമൊഴികൾക്ക് വിരുദ്ധമായി തമ്മിൽ സ്നേഹിക്കാതിരിക്കുകയും സഹോദരനെ മൂഢ എന്ന് വിളിക്കുകയും സഹവിശ്വാസികളോട് പിണങ്ങിയിരിക്കുകയുമാണെങ്കിൽ നമ്മളും അന്നത്തെ ശൗലും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലെന്ന് പറയാം. കാരണം ശൗലിനെ പോലെ ദൈവവിരുദ്ധമായി ജീവിക്കുമ്പോൾ നമുക്കും കുറ്റബോധം തോന്നുന്നില്ലല്ലോ. ആകയാൽ ഇന്ന് ഒരു ശൗലാണ് നമ്മിൽ ഒളിഞ്ഞിരിക്കുന്നതെങ്കിൽ ഈ നാളുകളിൽ ദൈവത്താൽ ആകർഷിക്കപ്പെടുന്നതിന് വേണ്ടിയാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ.